ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെസ് ബോർഡ് ഗൈസ്, നമ്മളെ നമ്മളെന്തൊരു വെറൈറ്റി കണ്ടൻ്റ് ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെസ്സുമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. അപ്പോൾ നമുക്ക് മെല്ലെ ചെസ് ബോർഡ് ഇവിടെ വെക്കാം. അപ്പം ഇന്നത്തെ കണ്ടൻറ്റ് വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മളിന്ന് ചെസ്സ് കളിക്കാൻ പോകും. നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേറെ ആരും നമ്മളിപ്പോൾ കളിക്കുന്നത് കാണാൻ പറ്റത്തില്ല. കാരണം നമ്മളിന്ന് ചെസ്സ് കളിക്കാൻ പോകുന്നത് ആരപ്പുറമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ്റ്റ് ടെപ്പറാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഗോസ്റ്റ് ടെപ്പറാണ് നമ്മൾ ചെസ്സ് കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ഉള്ള കണ്ടൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സമയം ഇപ്പോൾ ഇരുട്ടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുറംഭാഗം കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. നല്ലൊരു സ്കെയറി ആയിട്ടുള്ള അന്തരീക്ഷമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കളിയിലെ ഗൈസ്. നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഗോസ്റ്റിനോട് ചെസ്സ് കളിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് നമ്മുടെ ചെസ്സിലുള്ള പീസുകളൊക്കെ എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ചെസ് പീസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ മൂവ് വെള്ളയാണല്ലോ ഗൈസ്. അപ്പം നമ്മൾ ഗോസ്റ്റ് നമ്മൾ വെള്ളയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഗോസ്റ്റ് ഏതാണ് നീക്കുന്നത് നോക്കാം ഗൈസ്. ഗോസ്റ്റ് ആദ്യം തന്നെ ഒരു കാലാളിനെയാണ് നീക്കുന്നത്. നമുക്കൊരു കാലാളിനെ നീക്കാം. ഓക്കെ, ഇനി ഗോസ്റ്റ് ഏത് നീക്കും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഗോസ്റ്റ് അടുത്ത കാലാളിനെ ഗൈസ് നീക്കി ഗൈസ്. നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ഞാൻ നോക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നീക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ അടുത്ത ആളെ നീക്കുകയാണ്. ഓക്കെ, ഇനി ഗോസ്റ്റ് ചെയ്ത് നീക്കും നോക്കട്ടെ ഗൈസ്. ഗോസ്റ്റ് കാലാളിന് മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ നീക്കാണ് ഗൈസ്. നമ്മളിതിനെ ഒന്നും നോക്കുന്നില്ല, മുന്നോട്ട് നീക്കാനായിട്ട് പോവുകയാണ്. കാരണം നമുക്ക് ഇതിനെ വെട്ടുന്ന ഈ ഒരു കാലാളിനെ കൊണ്ട് വെട്ടാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം ഗൈസ്. ഇത് കണ്ടു ഗൈസ്, ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മൂവാണ് ഗൈസ് നമ്മുടെ ഗോസ്റ്റ് നടത്തിയിട്ടുള്ളത്. നേരെ ആനേനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്തോ ഒരു പരിപാടിയാണ്, മിക്കവാറും ചെക്ക് മേറ്റ് ആക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ ഈ ഒരു തേരിനെ മുന്നോട്ട് നീക്കാം ഗൈസ്. ഇവിടെ നിൽക്കട്ടെ, ചിലപ്പോൾ എന്തെങ്കിലും ഗുണം വരും. ചിലപ്പോൾ നമ്മളെ തേരിനെ വെട്ടാനുള്ള പരിപാടിയാണെങ്കിൽ പണി കിട്ടും ഗൈസ്. കണ്ടിട്ട് തേരിനെ വെട്ടുന്ന പണിയായി നല്ല ഗൈസ് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ റാണീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കവാറും ഒരു പണിയുണ്ട്. എന്താണ് ഗോസ്റ്റ് ഇങ്ങനെ? നിങ്ങൾ കാണേണ്ട ഗൈസ് ഗോസ്റ്റിനെ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അതാണ്. പക്ഷേ ഗോസ്റ്റ് നീക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് നീക്കുന്നതാണ് ഗൈസ് എനിക്ക് ഡൗട്ട്. ഏത് നീക്കും? തൽക്കാലത്തേക്ക് നമുക്ക് വെച്ചത് ബാക്കോട്ടാണ് വെക്കാം. നമ്മളെ തേരിനെ തിരിച്ച് വൈകിടാം. എനിക്ക് തോന്നുന്നു ചിലപ്പം തേരിന് മുന്നോട്ടാക്കിയതായിരിക്കും പണി കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുതിരേനെ ഇവിടെ വെക്കാം ഗൈസ്, അതായിരിക്കും നന്നാവുക. ഓക്കെ, ഇനി എന്ത് നടക്കും നോക്കാലോ. ഓ ഗൈസ്, നമ്മുടെ ഗോസ്റ്റ് ചെയ്ത പണി നോക്ക് ഗൈസ്. ഓ, ചെക്ക് മേറ്റ് ആയോ? എനിക്ക് തോന്നുന്നു ചെക്ക് മേറ്റ് ആയിരുന്നു. കണ്ടില്ല, ഈ ഒരു ഇത് നേരെ രാജാവിന് ചെക്കാണ്. ഓഫ്, ഇതിനാണെങ്കിൽ പ്രൊട്ടക്ഷനായിട്ട് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ആനേനെ എന്തിനാണ് അവിടെ കൊണ്ടുവച്ചതെന്ന്. നേരത്തെ അത് അറിയേണ്ടതായിരുന്നു. ഗോസ്റ്റ് അല്ല ബുദ്ധിമാനായത് ഗോസ്റ്റ്. എനിക്കറിയില്ലായിരുന്നു ഗൈസ്, ഇത്രയും ബുദ്ധിയുള്ള ആളാണ് ഗോസ്റ്റ്. ഓക്കെ, ദാറ്റ്സ് വൈ. ഓക്കെ, തോൽവി സംബന്ധിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇനി ഒന്നും ചെയ്യാനില്ല. റാണിനെ വെട്ടാൻ പറ്റത്തില്ല. എന്ത് ചെയ്യുന്നു ഒരു പിടിയില്ല. കുതിരേനെ വെച്ച് വെട്ടാൻ പറ്റത്തില്ല. നമ്മുടെ കുതിര വെട്ടിപ്പോവുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഗോസ്റ്റിനോട് എന്തായാലും തോൽവി ഏറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത വട്ടങ്ങൾ ജയിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഓക്കെ, ഗോസ്റ്റ് നല്ല ഇൻ്റലിജൻ്റ് ആൻഡ് ഐക്യുള്ള ഒരു ഗോസ്റ്റാണ്. അപ്പം നമുക്ക് അറിയില്ല, നമുക്ക് അടുത്ത വട്ടം ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.